2 ദിവസമായി കോൺഗ്രസിൽ തീയും പുകയുമായിരുന്നു. സീറ്റിനു വേണ്ടിയുള്ള ആക്രാന്തം മൂത്ത് കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള ചരടുവലികളും ഉന്തും തള്ളുമെല്ലാം തകൃതിയായാണ് നടന്നത്. അതിൽ ഒറ്റക്കാലിൽ തപസ് നിന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് കുറച്ചധികം വിയർത്തു. നേരത്തെ സുധാകരൻ CWC അംഗത്വം രാജിവെക്കുമെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പാടെ നിഷേധിച്ച് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ ഏറെ ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് എന്തിനാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതായിരുന്നു തീരുമാനമെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. സുധാകരനിൽ തട്ടിയാണ് പ്രധാനമായും സീറ്റ് വിഭജനം ഇത്രയും നീണ്ടുപോയത് തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിനു വേണ്ടി പിടിവാശി പിടിക്കുന്ന സുധാകരൻ എംപിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മനംമാറ്റമെന്നാണ് പുറത്തുവരുന്ന വിവരം. സീറ്റ് ലഭിക്കില്ലെന്ന സൂചന വന്നയുടൻ BJPയുമായി ചർച്ച നടത്തിയ സുധാകരനെ വിശ്വസിക്കാനാകില്ലെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റികളുടെയും DCC ഭാരവാഹികളുടെയും യോഗത്തിലാണ് സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. 10 മണ്ഡലം കമ്മിറ്റികളും സുധാകരനെതിരെ നിലപാടെടുത്തു. സുധാകരന്റെ പിടിവാശി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സുധാകരന് മാത്രമായി ഇളവ് നൽകണമെന്ന നിലപാട് കണ്ണൂർ DCCക്കുമില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച TO മോഹനന്റെയും സുധാകരന്റെയും അനുകൂലികൾ തമ്മിൽ DCCയിൽ വാക്കേറ്റവും ഉണ്ടായി. സീറ്റ് ലഭിക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നയുടൻ സുധാകരൻ അനുകൂലികൾ BJP നേതാക്കളുമായി ചർച്ച നടത്തി. ഇത് കണ്ണൂരിലെ BJP നേതാക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. സുധാകരന്റെ തീരുമാനം അനുസരിച്ചാകും നിലപാടെന്നാണ് BJP അറിയിച്ചത്. സീറ്റില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ചാലും സുധാകരന് BJP പിന്തുണ നൽകും. നേരത്തെ സുധാകരന് സീറ്റ് ലഭിക്കുമെന്ന വാർത്തകൾ വന്നയുടൻ പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും ഒരു വിഭാഗം ആഘോഷിച്ചു. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ സുധാകരന് സ്വീകരണമൊരുക്കാനും വമ്പൻ പദ്ധതിയായിരുന്നു. എന്നാൽ പിന്നീട് മോഹനൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഹൈക്കമാൻഡ് വീണ്ടും അറിയിച്ചതോടെ സുധാകരന്റെ വരവേൽപ്പ് ചുരുക്കി. നിലപാട് വ്യക്തമാക്കാൻ ഇന്നലെ 12 മണിക്ക് സുധാകരൻ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ചർച്ചയിൽ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെ വാർത്താ സമ്മേളനം വേണ്ടെന്ന് വെച്ചു. സോഷ്യൽ മീഡിയയിൽ സുധാകരൻ അനുകൂലികൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും കടുത്ത സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു. അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സുധാകരൻ പുറത്തായതിനു പിന്നിൽ നാടകീയ നീക്കങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. AICC നിരീക്ഷക ദീപാദാസ് മുൻഷി സുധാകരനുമായി നടത്തിയ ചർച്ചകളാണ് വഴിത്തിരിവായത്. കണ്ണൂർ മണ്ഡലത്തിലെ 1/3 വാർഡ് കമ്മിറ്റികൾ സുധാകരനൊപ്പമുണ്ടെങ്കിൽ സീറ്റ് നൽകാമെന്നായിരുന്നു മുൻഷിയുടെ വാഗ്ദാനം. ഇതിനെ തുടർന്ന് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ വാർഡ് കമ്മിറ്റികളിലേക്ക് നേരിട്ട് വിളിച്ചു. എന്നാൽ ആകെ വിളിച്ച 70 വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരിൽ 50 പേരും സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ ശക്തമായി എതിർത്തു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായതെന്നാണ് വിവരം. തന്റെ കൂടെ ആളുകളില്ലെന്ന യാഥാർത്ഥ്യം സുധാകരൻ വൈകിയാണ് തിരിച്ചറിഞ്ഞതത്രേ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിലാണ് ദീപാദാസ് മുൻഷി സുധാകരനെ വിളിച്ച് ഉപാധി മുന്നോട്ട് വെച്ചത്. കണ്ണൂർ മണ്ഡലത്തിലെ വാർഡ് കമ്മിറ്റികളിൽ ഭൂരിഭാഗവും സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ സീറ്റ് നൽകാമെന്നായിരുന്നു ആ ധാരണ. സുധാകരനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി കണ്ണൂരിലെ വാർഡ് പ്രസിഡന്റുമാരെ ഓരോരുത്തരെയായി ഫോണിൽ വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഫോൺ കോളുകൾ സ്വീകരിച്ച വാർഡ് പ്രസിഡന്റുമാർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ സംസാരിക്കുന്നത് സുധാകരൻ കേൾക്കുന്നുണ്ടെന്ന കാര്യം. വിളിച്ച് 70 വാർഡ് കമ്മിറ്റികളിൽ 50 പേരും സുധാകരൻ മത്സരിക്കുന്നതിനെ ശക്തമായി എതിർത്തു. തന്റെ വിശ്വസ്തർ എന്ന് കരുതിയവർ പോലും തനിക്കെതിരെ സംസാരിക്കുന്നത് നേരിട്ട് കേട്ടതോടെയാണ് സുധാകരൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. സ്വന്തം മണ്ഡലത്തിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ പോലും കൂടെയില്ലെന്ന് വ്യക്തമായതോടെ സുധാകരൻ പത്തിമടക്കി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം സ്വമേധയാ മത്സര രംഗത്ത് നിന്ന് മാറിയതും വളരെ ശാന്തനായി പാർട്ടിയെ തള്ളിപ്പറയാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയതുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ലെന്ന് വ്യക്തമായതിനു പിന്നാലെ സ്വതന്ത്രനായി മത്സരിക്കാനില്ലെന്ന് മാധ്യമങ്ങളോട് വളരെ ശാന്തനായാണ് സുധാകരൻ വ്യക്തമാക്കിയത്. പാർട്ടിക്ക് വിധേയനായി നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു സുധാകരൻ.
ഇതിനായി കടുത്ത സമ്മർദ്ദമുയർത്തി നിൽക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ എംപിമാർ ആരെയും പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചുനിന്നു. സമ്മർദ്ദവുമായി നിന്ന സുധാകരന്റെ വിലപേശലിന് വഴങ്ങേണ്ടതില്ലെന്നും പാർട്ടി തീരുമാനമെടുത്തു. ഇതോടെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ അടഞ്ഞു.